ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ശല്യക്കാരായ എലികൾ നമ്മൾ എവിടെ ഫുഡ് വെച്ചാലും അവിടെ വരും. അതുപോലെ തുണികൾ, പച്ചക്കറികളൊക്കെ നടന്നെടുത്ത് എവിടെ നോക്കിയാലും എലിയുടെ ശല്യം കാണാം. അതുപോലെ തന്നെ പല്ലി, പാറ്റ, പാമ്പ് ഇവയൊക്കെ ഓടിക്കാൻ പറ്റിയ കിടിലൻ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ അപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. ആദ്യത്തേത് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സാണെങ്കിലും ഒരുപാട് ന്യൂട്രീഷ്യസും ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയതാണ്. നമ്മൾ സാധാരണ എടുക്കുന്ന കുക്കർ ഓട്സിനെക്കാട്ടിലും നല്ലത് റോൾഡ് ഓട്സ് അല്ലെ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നതാണ്. പ്രമേഹം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന പോഷകസമൃദ്ധമായ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് റോൾഡ് ഓട്സ്. ഇതിൽ ഫൈബർ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായത് ദിവസവും കഴിക്കുന്നത് മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒരു 4 ടേബിൾ സ്പൂണ് റോൾഡ് ഓട്സ് ഒരു പാത്രത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് അത് കുതിരാൻ ആവശ്യമായുള്ള വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കും. ഓട്സ് വെള്ളത്തിൽ കുതിർക്കുമ്പോൾ ഓട്സിലെ ഫൈറ്റിക് ആസിഡ് വിഘടിക്കുന്നു. ഫൈറ്റിക് ആസിഡ് ആണെങ്കിൽ ന്യൂട്രിയൻറ്റ് ഇൻഹിബിറ്റർ ആണ്. അപ്പോൾ ഫൈറ്റിക് ആസിഡ് ഇങ്ങനെ വിഘടിക്കുന്ന കാരണം ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്നതിനും ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓട്സ് ഏത് വിധത്തിൽ നമ്മൾ കഴിക്കുകയാണെങ്കിലും നമ്മളൊന്ന് അതൊന്ന് കുതിർത്തിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മളെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് വളരെ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവാള, അതൊരു ചെറിയൊരു സവാളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുക്കുന്നുള്ളൂ, അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കി അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചാനൽ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടാക്കുക, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്ന വെജിറ്റബിൾ എല്ലാം ഒന്ന് വാടി വന്നാൽ മതി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കി അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു ഇരുമ്പ് തവ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇരുമ്പ് തവയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയെക്കാട്ടിലും ഏറ്റവും നല്ലത് നല്ലെണ്ണ, അതുപോലെ കടുകെണ്ണയൊക്കെ ആയിരിക്കും നല്ലത്. അതിൽ ഒട്ടും പിടിക്കാതെ നമുക്ക് ഇളകി വരുന്നതിന് നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതിന് നമുക്ക് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നല്ലെണ്ണയും കടുകെണ്ണയും. അപ്പോൾ ആ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ഓട്സ് മുട്ടയോടുള്ള മിക്സിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാനിലേക്ക് നമ്മൾ ഓട്സും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലോട്ടൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിളൂടെ അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ മുട്ടയിൽ എല്ലാം വരത്തക്ക രീതിയിൽ വേണം നമ്മുടെ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയുടെ എല്ലാ ഭാഗത്തും ഒന്ന് നമ്മുടെ വെജിറ്റബിളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ മിക്സ് കൂടെ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഓട്സ് ആണെങ്കിൽ അത് മുഴുവൻ റോൾഡ് ഓട്സ് ആയതുകൊണ്ട് അത് മുഴുവൻ അങ്ങനെ കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് മുട്ട ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ ബാക്കി മാറ്റി വെച്ചിരുന്ന ആ മുട്ടയെല്ലാം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ആ ആവിയിലൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പ് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ചട്ടകം വെച്ചിട്ട് മുട്ട ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് ഇവിടെ കാണിക്കുന്ന പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആ പാനിലോട്ട് ആ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും പൊട്ടി പോകാതെ തന്നെ നമുക്ക് ആ മുട്ട നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ചട്ടകം വെച്ചിട്ട് നമ്മൾ ഇളക്കിയിടുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ ഒട്ടും പൊട്ടാതെ തന്നെ നമുക്ക് തിരിച്ചിടാവുന്നതാണ്. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ കൂടെ നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ച് ആ അടപ്പിലോട്ട് തന്നെ ഇട്ടിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് സെർവിങ് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കി. നമുക്ക് ഇത് ഓംലെറ്റായിട്ട് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് മാത്രം കഴിച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത്. അതുപോലെ ഡിന്നറിനാണെങ്കിലും നമുക്ക് ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഡിന്നറിന് കഴിക്കുമ്പോൾ കുറച്ച് വെജിറ്റബിളൂടെ സാലഡ് പോലെ ഇവിടെ എടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ചട്ടം വെച്ചിട്ട് ഒന്ന് മുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ, ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വേരിയേഷൻ വരുത്തിയിട്ട് ഞാൻ മുട്ട വെച്ചിട്ട് ഇതുപോലുള്ള ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓട്സ് ഇല്ലാതെയും അതുപോലെ കൂണൊക്കെ ചേർത്തിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അത്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ സവാള ഞാൻ കുറച്ച് വീതിയിൽ മുറിച്ച് റൗണ്ടിൽ മുറിച്ചെടുത്തേക്കുന്ന സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സവാള എല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഒട്ടും പൊട്ടാതെ തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നീട് അതിലൊക്കെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലൊരു നൂലാണ്. അപ്പോൾ നൂല് എടുത്തിട്ട് നമ്മൾ ഇളക്കിയിട്ടിരിക്കുന്ന വളയം പോലുള്ള സവാള ഇതിലൊന്ന് ഇതുപോലൊന്ന് നൂലൊന്ന് 2-3 ടേൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു കെട്ട് പോലെ അവിടെ വരും. അങ്ങനെ വന്നിട്ട് നമുക്ക് ഇതുപോലെ ഓരോ അകലത്തിൽ നിശ്ചിത അകലത്തിൽ നമുക്ക് ഓരോ വളയവും ആയിട്ടുള്ള സവാള നമുക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു മാല പോലെ വരും. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രാമ്പൂടെ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്ത പോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു മാല പോലെ ഞാനിവിടെ ഇത് എടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ പല്ലികളെയൊക്കെ ഓടിക്കാൻ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ പല്ലികൾ ഈ കട്ടൻ്റെ പുറകിൽ ട്യൂബ് ലൈറ്റിൻ്റെ അടുത്തൊക്കെ ഈ പല്ലിയുടെ ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പല്ലിക്ക് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നീട് ആ ദേശത്തോട്ട് പോലും ആ പല്ലികൾ വരത്തില്ല. അങ്ങനെ പല്ലികളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നെല്ലാം ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത്. പല്ലികൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര രൂക്ഷമായിട്ടുള്ള സ്മെല്ലാണ്. നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഈ ചെറു പ്രാണികൾക്ക് ഒക്കെ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര അരോചകമായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്പോൾ ആ സ്മെല്ലടിക്കുന്ന സമയത്ത് ആ പ്രദേശത്തു തന്നെ ഇത് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ സ്ഥലത്തോട്ട് വരുത്തുപോലും ഇല്ല. അപ്പോൾ നമുക്ക് കട്ടൻ്റെ പുറയിലൊക്കെ ഇങ്ങനെ കട്ടനൊക്കെ ഇടുന്നതുകൊണ്ട് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരു പല്ലിയുടെയൊക്കെ ശല്യം കാണാറുണ്ട്. അതുപോലെ പാറ്റയുടെയൊക്കെ ശല്യം, ചെറു പ്രാണിയുടെയൊക്കെ ശല്യം കാണാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ ഇതുപോലെ ആണിയോ അല്ലെങ്കിൽ ആ വിൻഡോയുടെ സൈഡിൽ ആ ജനലയിലൊന്ന് കൊളുത്തിയിട്ടാൽ മതി. അവിടെ നമുക്ക് കിടന്നോളൂ. അപ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് പ്രാണികളൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ സവാള കൊണ്ട് ഇതുപോലെ ഒരു മാല ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം കൊണ്ട് ആ സവാളയിൽ നിന്ന് തൂത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, ടൂത്ത് പേസ്റ്റാണ്. ടൂത്ത് പേസ്റ്റ് ശകലം എടുത്തിട്ട് ആ സവാളയുടെ ഉള്ളിലോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ചെറിയൊരു പോർഷനിൽ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സ്മെല്ല് വരുമ്പോഴാണ് ഈ ചെറു പ്രാണികൾക്കൊക്കെ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നത്. അങ്ങനെ ആ സ്ഥലത്തോട്ട് തന്നെ വരത്തില്ല. പല്ലികളും പാറ്റയും ചെറിയ ജീവികളും ഒന്നും വരത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനൊന്നും മറന്നു പോരുതേ.
പിന്നീട് നമ്മൾ ആ ഇളക്കിയിട്ട് സവാളയിൽ നിന്ന് അതിൻ്റെ ഉള്ളിലായിട്ടുള്ള ഇതുപോലെ ഇളക്കിയിടാൻ പറ്റാത്ത സവാളയുടെ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഗ്രാമ്പു അതിലോട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഓരോ സവാളയുടെ പീസിലും ഇതുപോലെ ഗ്രാമ്പു കുത്തി കൊടുക്കുന്നുണ്ട്. 2-3 ഗ്രാമ്പു നമുക്ക് കുത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കുത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ പല്ലിശല്യം പ്രാണിശല്യമൊക്കെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് ഇത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് അവിടോട്ടൊന്നും ഈ പ്രാണികളുടെ ശല്യം, പാറ്റ, എലികൾ, പല്ലികൾ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് സവാളയിൽ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ആ സൾഫറിൻ്റെ സ്മെല്ലാണ് ഈ പാറ്റകൾക്കും പല്ലികൾക്കൊക്കെ അരോചകമായിട്ടുള്ളത്. അതുപോലെ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലാണെങ്കിലും പല്ലികൾക്കൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. പ്രാണികളൊക്കെ അകറ്റി നിർത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ പല്ലി ശല്യമൊക്കെ ചെറു പ്രാണികളുടെ ശല്യമൊക്കെ കൂടുതലുള്ള അവിടെ കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവയെല്ലാം അകറ്റി നിർത്താം. നമുക്ക് കെമിക്കലായിട്ടുള്ള സ്പ്രേകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതിനെക്കാട്ടി നമുക്ക് ഒട്ടും ദോഷമില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള ഒന്നാണ് ഇത്. അടുത്ത 3ാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നാഫ്തലിൻ ബോളാണ്. അപ്പോൾ ഒരു നാഫ്തലിൻ ബോൾ എടുത്തിട്ടുണ്ട്, പേപ്പർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നാഫ്തലിൻ ബോൾ പേപ്പറിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇടികല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാഫ്തലിൻ ബോൾ ചൂടായുള്ള വെള്ളത്തിലായിട്ടായിരിക്കും നന്നായിട്ട് ലയിച്ച് ചേരുന്നത്. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം എടുത്താൽ ഇത് പെട്ടെന്നൊന്നും ലയിച്ച് വെള്ളത്തിലോട്ട് ചേരത്തില്ല. ഇതിൻ്റെ സ്മെല്ലും ഇതൊന്നും വെള്ളത്തിലോട്ട് ചേരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ലതായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ നാഫ്തലിൻ ബോളെല്ലാം ആ വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് പകരം ഒരു പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നാഫ്തലിൻ ബോൾ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാലും ആ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫാക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് പല്ലിയും പാറ്റയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ രാത്രി പണികളൊക്കെ കഴിഞ്ഞിട്ട് സിങ്കിനകത്തോട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇട്ട് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പല്ലിയുടെ ഇപ്പോൾ സിങ്കിൽ കൂടെ കയറി വരുന്ന പല്ലി ചെറു പ്രാണികളുടെ ഒന്നും ശല്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഞാനിതൊന്ന് ശലമൊന്ന് ഒഴിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ബാക്കിയുള്ള വെള്ളത്തിലോട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ ഡെറ്റോളോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു കുപ്പിയിലോട്ട് ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ കുപ്പിയുടെ അടപ്പിന് ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പല്ലി, പാറ്റ, എലിയുടെ ശല്യമൊക്കെ ഉള്ളിടത്ത് നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നാഫ്തലിൻ ബോളിൻ്റെയും ഡെറ്റോളോട് ചേർന്നിട്ടുള്ള സ്മെല്ല് ഈ ചെറു പ്രാണികൾക്കൊക്കെ ഭയങ്കര അരോചകമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആ സ്മെല്ല് അടിച്ചിട്ട് ആ സ്ഥലത്തോട്ടൊന്നും പല്ലി, പാറ്റ, എലി, പാമ്പ് ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. നല്ല ഒരു റിപ്പലൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീടിന് വെളിയിൽ ഇതുപോലെ നമുക്ക് എലിയുടെ ശല്യമൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ നാഫ്തലിൻ ഡെറ്റോളോട് ചേർന്നിട്ട് ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം പിന്നീട് ആ സ്ഥലത്തോട്ട് എലികൾ, പല്ലി, പാമ്പ് ഒക്കെ വരാനായിട്ട് മടിക്കും. അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ്. അങ്ങനെ 100% റിസൾട്ട് തരുന്നത് നല്ലൊരു നാച്ചുറൽ സൊല്യൂഷനാണിത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ ഉണ്ട് തന്നെ വിളിച്ച് നോക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.